നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സിനിമയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ നാട് ലോകത്തിന് തന്നെ മാതൃകയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. എന്തെന്നാൽ ആദ്യം ഒരു സ്റ്റോറി അവർ മെനഞ്ഞെടുത്തു, രണ്ടാമതും ഇതാ വീണ്ടും ഒരു പ്രപ്പകണ്ട ചിത്രവുമായി വന്നിരിക്കുന്നു, ദ കേരള സ്റ്റോറി. അതെ, റിയൽ കേരള സ്റ്റോറി എന്നാണ് ആ സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് 2. ഈ പാർട്ട് 2-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആദ്യത്തേത് തന്നെ വളരെ വിഡ്ഢിതനമാണ്. രണ്ടാമത്തതും അദ്ദേഹത്തിന് പണമുണ്ടാക്കാൻ നിർഭാഗ്യവശാൽ ആദ്യത്തേതിന് അവാർഡും കൊടുത്തു കേന്ദ്ര സർക്കാർ. ഇതാണ് ഏറ്റവും വളരെ അപഹാസ്യമായ ഒരു രംഗം. ഈ സിനിമയ്ക്ക് അവാർഡും കൊടുത്തു. അതാണ് ഒരു വിചിത്രമായ ഒരു കാര്യം. നിർഭാഗ്യവശാലാണ് എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ, വിലയിരുത്താൻ പറ്റൂ. കാരണം അങ്ങനെയാണോ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത്? ഈ സിനിമയിൽ പറയുന്നത് പോലെയാണോ നമ്മുടെ കേരളീയർ ജീവിക്കുന്നത്? ഇവിടെ ജാതിയോ മതമോ, അവനവൻ്റെ മതം അവനവൻ, അല്ലാതെ അതിനപ്പുറത്ത് എന്താണ്, ആർക്കാണ്? പിന്നെ കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ഏത് മതത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിവാഹം കഴിക്കാത്തത്? ഏതെങ്കിലും ഒന്നോ രണ്ടോ പേർ നിർബന്ധിച്ച് ഒരു പക്ഷേ മതം മാറ്റുന്നതുണ്ടായിരിക്കാം. അത് ഹിന്ദു മതത്തിലും ആവാം, ക്രിസ്തു മതത്തിലും ആവാം, മുസ്ലിം മതത്തിലും ആവാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ നാട്ടുകാരുടെ പുച്ഛിപ്പ് അത് മാറ്റി നിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയോ അവർ അവനവൻ്റെ മതം സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആണോ, ശരി, മറ്റു പ്രശ്നങ്ങൾ വേണ്ട, നമുക്ക് ജീവിച്ചു പോകണ്ടേ എന്ന് തീരുമാനിച്ച് അവർ സ്വയം തീരുമാനമെടുത്ത് മാറുന്നതാവാം. ഇതിൽ പലരും അവസാനം കുറച്ച് ഭാഗം അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോൾ പിന്നെ കാണുന്നതെല്ലാം വെറും കല്ലും മുള്ളുകളുമാണ് എന്ന് കരുതി തിരിച്ച് ആ പഴയകാല ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ട്, ലോകത്തുണ്ട്. സ്വയം മതം മാറുന്നവർ. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ് ലക്ഷ്മിപ്രിയ. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, കാരണം ഇന്ന് രേഖ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ആർട്ടിസ്റ്റാണ്. ഒരു നടിയാണ്. അവർ കരഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം അവർ പറഞ്ഞിരിക്കുന്ന ഒരു ദുഃഖകരമായ, അല്ലെങ്കിൽ ആരെയും വിഷമിപ്പിക്കുന്ന ഒരു വാക്ക്, ഞാൻ ജീവിച്ചു പൊക്കോട്ടെ, എന്നെ എന്തിന് ശല്യം ചെയ്യുന്നു? അതെ, അവരുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വമാണ്. അവർ സ്വന്തമായി ഒരു മറ്റുള്ളവരുടെ കൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പേരുദോഷം കേൾപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരാളുമായി വിവാഹം കഴിച്ച് ജീവിതം തുടർന്നു കൊണ്ടുപോകുന്നത്? അപ്പോഴാണ് ചില യൂട്യൂബേഴ്സ്, നിനക്കൊക്കെയും വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേ, അല്ലെങ്കിൽ നിങ്ങളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ, എന്തിനാണ് ആ സ്ത്രീയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അവർ കരഞ്ഞുകൊണ്ട് 9 മാസമായി അവർ ജോലി ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഒരു മനുഷ്യനെ കൂട്ടത്തോടെ ഒരു 30 യൂട്യൂബേഴ്സാണ് ഇടുന്നത്. എന്തിനാണ് ഒരു മനുഷ്യനെ ഇത്രമാത്രം ഇത് പിച്ച് ചീന്താൻ? എന്ത് പാപം ചെയ്തു നിങ്ങളോട് ഞാൻ? കഥയറിയാതെ ദൈവത്തെ ഓർത്ത് പറയരുത്. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എൻ്റെ ഓപ്പോസിറ്റ് വന്ന പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അറിയാൻ മേലാത്തവർ ഒരു ചാനലിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്ലോ മോഷൻ ഷോട്ട്സും കാണിച്ച് എന്നെ ചിത്രീകരിക്കുമ്പോൾ ഞാനിപ്പോഴും പറയാൻ, ഞാൻ അങ്ങനെ ഒരു സ്ത്രീ അല്ല. എൻ്റെ ലൈഫ് വേറെയാണ്. എന്നെ അറിയാതെ ആരും ഒന്നും പറയണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ഞാനിത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്തും പറയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലതും ഇടണ്ട, നിങ്ങൾ എന്നെക്കുറിച്ച് ചീത്തയും പറയണ്ട. ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിൽ കൊടുക്കുന്ന ടൈറ്റിൽ കൂടി അവർ പറയുന്നു, വസ്ത്രം മാറുന്നത് പോലെ പുരുഷന്മാരെ മാറുന്ന സ്ത്രീയാണത്രേ രേഖ. അത് അവരുടെ മൗലികാവകാശമാണ്. നിങ്ങൾക്കെന്താണ്? അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ഈ യൂട്യൂബേഴ്സിന് എന്താണ് അധികാരം? ഈ പറയുന്ന ഞാൻ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ലക്ഷ്മിപ്രിയ ഇപ്പോൾ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ മറ്റേ ഇൻസ്റ്റയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കുന്നു. അവർക്കും മടുത്തു അത്രേ. എന്താണ്, ഒരു മതത്തിൽ നാം ജനിക്കുന്നു, ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആ മതം സ്വീകരിച്ച് മരിക്കും വരെ ജീവിക്കാം, മതമില്ലാതെയും ജീവിക്കാമല്ലോ നമ്മുടെ നാട്ടിൽ. അതിന് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുമ്പോൾ ആ മുൻകാല ജീവിതത്തെക്കുറിച്ച് കുറ്റം പറയുന്നതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ പുച്ഛിക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ അനുഭവം ചിലപ്പോൾ മോശമായിരിക്കാം,
അതിന് എല്ലാം ആ മതം മുഴുവൻ മൊത്തത്തിൽ മോശമാണെന്ന് പറയുന്നത് തെറ്റല്ലേ? ഇനി ഹിന്ദു മതത്തിൽ അത്തരം ആചാരങ്ങളില്ലേ? ഇല്ലേ? പിന്നെ പശു ഇറച്ചി തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ പശു ഇറച്ചി വായ്ക്കകത്ത് തിരികെ കയറ്റി വെച്ചു കൊടുക്കുന്ന രംഗമാണ് ട്രെയിലറിൽ കാണിക്കുന്നത്. എത്ര വിചിത്രമായ രീതിയിലാണ് അതിന്റെ സംവിധായകൻ പറഞ്ഞത്. ഇത് കിട്ടിയത് ചില പത്രങ്ങളിൽ നിന്നും പിന്നെ ചിലരുമായി സംസാരിച്ചപ്പോൾ, ഈ ചിലരുമായി എന്ന് പറഞ്ഞാൽ ആരാണ് ചിലർ? ഹിന്ദുമത ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഹിന്ദു മതത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്ത, അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന മതത്തിൽ ജനിച്ച ഈ മതം, അങ്ങനെ ഒരു ഹിന്ദു എന്നൊരു മതമുണ്ടോ ഇന്ത്യയിൽ? അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്, ഹിന്ദു എന്ന മതമുണ്ടോ? കേരള സ്റ്റോറിൽ ഹിന്ദിയാ, മലയാളത്തിൽ ബോൾഡ് സാലെ അടി. ഇത് മറ്റേ സംഗതിക്കുള്ള കൊട്ടാണല്ലോ കേരള സ്റ്റോറിക്ക്. അതേതാ പീസ്? ബീഫ് ഇതന്നെ. ബീഫായോ? പിന്നെ പാവയ്ക്കെന്ന് വിചാരിച്ചോ? വാപ്പ കൊണ്ടുവരടാ. അല്ലെങ്കിൽ ഞാനാണ് ആ മതത്തിന്റെ ഏറ്റവും അധിപൻ എന്ന് പറയുന്ന ബ്രാഹ്മൺ. ഈ ബ്രാഹ്മൺ എന്ന ആകാശത്തു നിന്ന് വീണതാ. പിന്നെ പശു മാതാവാണത്രേ. അതെങ്ങനെയാണ്? മനുഷ്യനല്ലേ നിങ്ങളെ പ്രസവിച്ചത്? അതോ പശുവാണോ പ്രസവിച്ചത്? ഇതെന്താണ് ഈ പറയുന്നത്? ഈ കാലഘട്ടത്തിലും ഇത്തരം വിഡ്ഢിത്തനങ്ങളായ വാക്കുകൾ കൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കി പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒന്നും ഇതിൻ്റെ പിന്നിലില്ല. ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വെട്ടും കുത്തുമായി ജീവിക്കുമെന്ന് യവന്മാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ യവന്മാർ മൂഢലോകത്താണ് ജീവിക്കുന്നത്. ഈ സിനിമ എടുത്ത വ്യക്തികളുടെ സ്വന്തം നാട് എങ്ങനെയാണ് എന്ന് നമ്മൾ പലകുറി കണ്ടതാണ്, ഈ അടുത്ത സമയത്ത് കണ്ടതാണ്. ഒരു മനുഷ്യന്റെ കടയുടെ ബോർഡ് വെച്ചിരിക്കുന്നത് പോലും മാറ്റുന്നതിന് വേണ്ടി ആ പേര് മുഹമ്മദ് എന്ന് പേര് കണ്ടപ്പോൾ ആ കടയിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കിയ കുറെ വിവരമില്ലാത്ത വിവരദോഷികളാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തുള്ളത്. ഈ ഗുജറാത്തും ബീഹാറും മറ്റ് സ്ഥലങ്ങളും ഒക്കെ ചെന്ന് നോക്കൂ, അപ്പോഴും കാണാം അവരുടെ പശ്ചാത്തലമാണ് അവർ മറ്റുള്ളവരുടെ മുന്നിൽ. ഈ വാർത്ത കിട്ടിയിരിക്കുന്നത്, അതായത് പത്രങ്ങളിൽ നിന്നും കിട്ടിയ വാർത്തകൾ ഉപയോഗിച്ചാണ് താൻ സ്റ്റോറി ഉണ്ടാക്കിയതും സിനിമ ചെയ്തതും എന്ന് പറയുന്നത് ശരിയാണ്. ആരെങ്കിലും ചിലപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്ന് കരുതി എല്ലാവരും അങ്ങനെയാണോ? ഒരു സിനിമ ചെയ്യുന്നതിന് മുൻപ് കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റ തലയ്ക്ക് വരെ ഒന്ന് അന്വേഷിച്ചിട്ട് ഒരു സർവേ നടത്തിയിട്ട് അതിൽ ജനങ്ങൾ പറയുന്നതിൽ 100% സത്യസന്ധമായി നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചില അജണ്ടകൾ നടപ്പിലാക്കണം. ഇവിടെ ഈ സർക്കാർ, അതായത് നമ്മുടെ കേരള സർക്കാർ ഇതിനെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കാരണം ഇനിയൊരു തുടർ ഭരണത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് രണ്ട് സർക്കാരിൻ്റെയും ആവശ്യമാണ്. ഇതിനു വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്ന് പറഞ്ഞത് തിരുവനന്തപുരം അല്ലെങ്കിൽ മറ്റു നാടുകൾ, ഈ മറ്റ് സ്ഥലങ്ങളെല്ലാം നമ്പർ 1 ആക്കും, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിറ്റി ആക്കും. അവരുടെ സ്വന്തം നാട് വിട്ടിട്ടാണ് മറ്റൊരു സംസ്ഥാനത്തിൽ വന്നിട്ട് അവിടെ നന്നാക്കും എന്ന് പറയുന്നത്. സ്വന്തം വീട് വൃത്തിയാക്കുന്നില്ല, അല്ലെങ്കിൽ ആ സ്ഥലവും പരിസരവും വൃത്തിയാക്കുന്നില്ല. അത് കളഞ്ഞിട്ട് നേരെ ഇവിടെ വരികയാണ്. ഇവിടെയെല്ലാം നമ്പർ 1 ആക്കും. ഈ നമ്പർ 1 അവിടെ വേണ്ടേ കൊടുക്കാൻ? കാരണം ഓരോ ബഡ്ജറ്റിലും വട്ടപ്പൂജയായിട്ടല്ലേ കേരളത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെന്തിനാണ് നിങ്ങൾ ഈ നമ്പർ 1 ആക്കാൻ ഇങ്ങോട്ട് വരുന്നത്? അപ്പൊ ഇതൊരു പ്രൊപ്പഗണ്ടയല്ലേ? ഈ പ്രൊപ്പഗണ്ടയുമായി വന്ന് കേരളത്തിൽ ഈ പരിപ്പ് വേവിച്ച് നിങ്ങൾ ജയിക്കാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? പിന്നെ മറ്റൊരു കാര്യം, ഈ സർവേ നടത്താൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സിനിമ എടുക്കാൻ ഇറങ്ങുമ്പോൾ കേരളത്തിലെ സർവ്വ ഹോട്ടലുകളിലും കയറണം. കാരണം അവിടെ എത്ര പെൺകുട്ടികൾ, ഈ ഹിന്ദു മതത്തിൽപ്പെട്ട ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ടവരാവട്ടെ, അല്ലെങ്കിൽ മുസ്ലിങ്ങളാവട്ടെ, എല്ലാവരും ആവട്ടെ, ആരെല്ലാം കയറി എവിടെ നിന്നെല്ലാം ബീഫ് കഴിക്കുന്നുണ്ടെന്ന് ആദ്യം ഒന്ന് ഒരു ചെറിയ രീതിയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കേരളത്തിലെ ഒരു 99% ആൾക്കാരും ബീഫ് കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഉണ്ടോ? ബീഫും പൊറോട്ട എന്ന് പറഞ്ഞാൽ കേരളീയന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ്. ചോറും മീനും കഴിക്കുന്നത് പോലെ തന്നെയാണ്
കേരളത്തിലെ ജനങ്ങൾക്ക് ബീഫും പൊറോട്ട എന്ന് പറഞ്ഞാൽ അത് നല്ല ചൂടുള്ള പൊറോട്ടയും ചൂടുള്ള ആവി പാറുന്ന ബീഫും വെച്ചങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ, തിന്നാത്തവരായിട്ട് ആരുണ്ട്? ആണും പെണ്ണും ആരുണ്ട്? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. എന്നിട്ട് വേണ്ട ഇത്തരം സിനിമകൾ എടുക്കാൻ. ഈ ഒരു വൃത്തികെട്ട രീതിയിൽ ഒരു പെൺകുട്ടിയുടെ വായ്ക്കകത്ത് കുത്തിക്കയറ്റി വെച്ച് ആ ഒരു രംഗം ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ എന്താ അർത്ഥത്തിലാണ്? പിന്നെ ഈ ബീഫ് കൊടുത്തത് പൊറോട്ടയോട് കൊടുത്തിരുന്നേ തീർച്ചയായിട്ടും കഴിച്ചേന്. ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇതൊക്കെ ചെന്ന് പറയുമ്പോൾ അവർക്ക് ചിരിയാണ് വരുന്നത്. കാരണം അവർക്ക് ബീഫും പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. ഏത് പാതിരാത്രി വിളിച്ചും കൊടുത്താലും അവർ എഴുന്നേറ്റിരുന്ന് കണ്ണും പൂട്ടിക്കൊണ്ട് അങ്ങ് തിന്നും. അതിന്റെ മണം കേൾക്കുമ്പോൾ തന്നെ ഓരോരുത്തരും അത് കഴിക്കും. നമുക്ക് എല്ലാ മലയാളികൾക്കും വളരെ വികാരമായിട്ടുള്ളൊരു സാധനമാണ് പൊറോട്ട ആൻഡ് ബീഫ്. അത് ബീഫൊക്കെ ഇങ്ങനെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി കുത്തി കയറ്റുന്ന ഓരോ സീനുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ നമുക്കറിയാം ലൈക്ക് കേരളം എന്താണോ അതിൻ്റെ ആസ് ഓപ്പോസിറ്റ് ആണ് അതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ കേരളത്തിൽ അങ്ങനെ നിർബന്ധിച്ച് ഒരാളെ മതം മാറ്റുകയോ അല്ലെങ്കിൽ അങ്ങനെ കഴിപ്പിക്കുകയോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അത് വെറും ഒരു എന്തോ നോർത്തിലുള്ള സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിപ്പോ ഞാൻ പറയല, കുറെ മീഡിയക്കാരെ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇത് വലുതെന്തോ ആന്ന് ഒന്നുമില്ല. ഇത് ആരും ഏൽക്കൂല. ചില സാധനങ്ങൾ വരും ഒന്ന് പോകും, അത്രയേ ഉള്ളൂ. അതേപോലത്തെ ഒരു സാധനം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിലൊരു സീന് ഞാൻ കണ്ട ചില ബീഫ് എടുത്ത് വായിലേക്ക് കുത്തി കയറ്റുന്നത്. നമ്മളെ നാട്ടിലിപ്പോൾ നിങ്ങൾ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പീസ് എനിക്ക് തരുമെന്ന് ചോദിക്കല്ലേ ഉള്ളൂ. അല്ലാതെ ഒരാളെ വായിലേക്ക് കുത്തി കയറ്റുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. കഴിക്കാൻ വേണ്ടില്ലെങ്കിൽ വേണ്ടെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും കേരളത്തിലുണ്ട്. ഇത്തരം സിനിമകൾ നമ്മുടെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറ ഏത് രൂപത്തിലായിരിക്കും ബാധിക്കാന്ന് എന്തെങ്കിലും ഒരു പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു പ്രൊപ്പഗാൻഡയാണ്. എന്നുവെച്ചാൽ നമ്മളുടെ എന്താ പറയുക, കേരളത്തിനെ കരിവാരി തേച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു വലിയൊരു ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സാധനം കാണിക്കാനുള്ളൊരു പ്രൊപ്പഗാൻഡ മാത്രമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ സിനിമകളോട് പറയാനുള്ളത്. ഒന്നും വേണ്ട. ഇപ്പോൾ ഒരു നടൻ്റെ അവസാനത്തെ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1.5 മാസത്തോളമായിട്ട് പെർമിഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സിനിമയ്ക്ക് ഇവിടെ സുഖമായിട്ട് പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ക്രിയേറ്റീവ് സ്പേസ് എന്താ പറയുക നശിപ്പിച്ചുകൊണ്ട് 26-27 കട്ടുകൾ വന്നുകൊണ്ട് ഓരോ സിനിമകൾ ഇവിടെ ഇറക്കുന്നത്. അപ്പോഴും ഇങ്ങനത്തെ സിനിമയ്ക്ക് ഒരു കട്ട് പോലും കൊടുക്കുന്നില്ല. അതിലും അതേപോലെ തന്നെ കുറേ വൾഗർ സീനുകൾ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ വരാത്ത കട്ട് എങ്ങനെയാണ് ഇവിടെ ഈ ബാക്കിയുള്ള സിനിമകൾക്ക് വരുന്നതെന്നുള്ളതൊന്ന് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഒരു മനുഷ്യനും എന്ത് ആഹാരം കഴിക്കണമെന്ന് ആർക്കും വിലയിരുത്താൻ പറ്റില്ല. അവനവൻ്റെ ഇഷ്ടത്തിനുള്ള എന്ത് ആഹാരവും കേരളത്തിലുള്ള ജനങ്ങൾ കഴിക്കും, തിരിഞ്ഞു കടിക്കാത്തത് ഒഴിച്ച്. കാരണം കഴിക്കുമ്പോൾ തിരിഞ്ഞു കടിക്കാൻ പാടില്ല. അതൊഴിച്ച് അവനവന് ഇഷ്ടമുള്ള എന്തും കേരളത്തിലെ ജനങ്ങൾ കഴിക്കും. ഇവിടെ അതിന് ജാതിയോ മതമോ ഒന്നും ഒരു വിഷയമല്ല. ഇതുപോലെ ഒരു വൃത്തികെട്ട സിനിമ എടുത്തു കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രൊപ്പഗൻഡ ചിത്രമാണിത്. അല്ലാതെ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇതിനെ പലകുറി കോടതികൾ പോലും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ലവ് ജിഹാദ്. ഇവിടെ മതം മാറാത്തവരായിട്ട് ആരുണ്ട് ഇന്ത്യയിൽ? മതം മാറാത്തവരായിട്ട് ആരുണ്ട് ഇന്ത്യയിൽ? ഒന്ന് പറഞ്ഞ്. ഇവർക്ക് ഇതാണ് അവരുടെ. അപ്പൊ കാലങ്ങൾ ഇത്രയും കടന്നുപോയി. ഇവിടെ വീണ്ടും വീണ്ടും മതത്തിന്റെ പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന കൊല്ലുകയും ചെയ്യുന്ന കുറേ മനുഷ്യർ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയില്ല. ഏത് വിധേനയും അധികാരം നിലനിർത്തണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രൊപ്പഗൻഡ ചിത്രങ്ങളുമായി വന്ന് ആൾക്കാരെ പല രീതിയിലും മുഷിപ്പിക്കാം അല്ലെങ്കിൽ വെറുപ്പിക്കാം എന്നുള്ള രീതിയിൽ വരുന്നത്. ഓരോ വീഡിയോകളും ചെയ്യുമ്പോൾ അതിന് താഴെ വന്ന് ഈ മനോഭാവമുള്ളവർ കമൻറ്റുകൾ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഒരുപാട് കമൻറ്റുകൾ ഞാനും വായിച്ചിട്ടുണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെയാണ് പലരും ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്, ഓരോ കമൻറ്റുകൾ എഴുതുന്നത്. അത് അവർ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് മറ്റാരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ അവർക്കെതിരെ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ മോശപ്പെട്ടതാണ്. അതായത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ഇന്ന് ജനപ്രിയൻ രാഹുൽ ഗാന്ധിയാണെന്ന്. ആണ്, ഇത് ഞാൻ പറഞ്ഞതല്ല. ഇന്ത്യയിലെ പല ചാനലുകളും നടത്തിയ സർവേകളാണ്. അതിലൊരു മലയാളം ചാനൽ നടത്തിയ ഒരു സർവേ ഒന്ന് കണ്ടു നോക്കൂ. ഇതാണ് ആ സർവേ. കണ്ടില്ലേ? 51 പോയിന്റ് മുകളിൽ ആൾക്കാർ ജനപ്രിയനാണ്. ജനങ്ങളുടെ ഉള്ളിലെ ജനപ്രിയനാണ് ഇന്ന് രാഹുൽ ഗാന്ധി. അങ്ങനെ ഇരിക്കവെയാണ് ഒരു ഉണങ്ങിയ കേരള റിയൽ സ്റ്റോറി എന്നും പറഞ്ഞ് സെക്കൻഡ് എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് കുറച്ച് പണം തട്ടാമെന്നുള്ള രീതിയിൽ വന്നത്. ഇത് കേരളത്തിൽ അധികമായിട്ട് ആൾക്കാർ ഒരുപക്ഷെ സിനിമ കാണും. കാരണം അതിനൊരു നല്ല കഥയാണെങ്കിൽ, ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ തീർച്ചയായും കാണും.
ആ സിനിമ കണ്ടിറങ്ങി പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന് ആർക്കും ഒരു ഭിന്നിപ്പുണ്ടാക്കാം എന്ന് കരുതി, കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പുണ്ടാക്കി തമ്മിലടിപ്പിക്കാമെന്ന് കരുതി ഇത്തരം ഊള സിനിമകളുമായി കേരളത്തിൽ വന്ന് വിറ്റുപോയി. ഇത് പണമുണ്ടാക്കാനുള്ള ഒരു ലക്ഷ്യമാണ്, പണം സമ്പാദിക്കാനുള്ള ഒരു ലക്ഷ്യമാണ്. കാരണം നിനക്കൊന്നും വേറെ ചിത്രങ്ങളെടുത്തുള്ള പരിചയമില്ല. ഇങ്ങനെ മതത്തിന്റെ പേരിൽ ചിത്രങ്ങൾ എടുക്കുന്ന പരിചയം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇത് മാത്രമേ നിങ്ങൾക്കുള്ളൂ. രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ പറയാനുണ്ട്, ദിനം പ്രതി വർദ്ധിക്കുന്ന വിലവർദ്ധനവ്, ജോലിയില്ലാതെ അലയുന്ന യുവാക്കൾ, രാജ്യത്തിന്റെ ദാരിദ്ര്യം, രാജ്യം മറ്റൊരു നാട്ടിൽ നിന്നും സാധനം വാങ്ങണമെന്ന് പ്രഖ്യാപിക്കുന്ന മറ്റു രാജ്യത്തിന്റെ തലവന്മാർ, ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം ഭരണപക്ഷത്തിരിക്കുന്നവരാണ് ഇന്ന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഈ ഇഷ്ടപ്പെടൽ ആണ് മറ്റുള്ളവരെ മൃഗീയമായ രീതിയിൽ ചീത്ത പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അതൊന്നും ശരിയല്ല. എക്കാലവും ഈ രാജ്യം ഒരു പാർട്ടി തന്നെ ഭരിക്കും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ആ തെറ്റ് എപ്പോഴെങ്കിലും തിരുത്തപ്പെടും. അത് അടുത്ത ഒരു ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായും അതിന് ഒരു മറുപടി ഉണ്ടാകും. കേരളത്തിലെ അവസ്ഥ മാറുകയാണ്, കേരളത്തിന്റെ കാലാവസ്ഥ മാറുകയാണ്. കേരളം ഇതാ ഇനി അടുത്തൊരു പാർട്ടി ഭരിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളം ഭരിക്കാൻ പോകുന്നത് അടുത്തൊരു പാർട്ടിയാണ്. ഇവിടെ അത്തരം പാർട്ടികൾക്ക് ഒത്താശ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പാർട്ടികൾക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ഈ സിനിമ ഉപയോഗിക്കും എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ്. പൊതുജനം നല്ലതുപോലെ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നു. രാഷ്ട്രീയ പാർട്ടിക്ക് ഈ രാഷ്ട്രീയം എന്നാൽ എന്താണ്? രാഷ്ട്രീയം ചിലർ പറയാണ്ട് രാഷ്ട്രീയം പറയാൻ അറിയില്ല. എന്താണ് രാഷ്ട്രീയം പറയാൻ അറിയില്ല എന്ന് പറഞ്ഞത്? രാഷ്ട്രീയം പഠിപ്പിക്കുന്ന ഏതെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഒരു കോളേജ് ഉണ്ടോ, സ്കൂളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയം പറയാൻ അറിയില്ല. എന്താണ്? കളവ് പറയുക, മുഖത്ത് നോക്കി പച്ച കള്ളം വിളിച്ച് പറയുക, ഞാൻ നടത്തുമെന്ന് വാഗ്ദാനം നൽകുക. ഇതാണ് രാഷ്ട്രീയം. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അവിടെ അത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണോ രാഷ്ട്രീയം? ആണോ? ചില വീഡിയോകൾ ചെയ്യുമ്പോഴത്തേക്ക് പറയുന്നതാണ്, നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ അറിയില്ല. എന്താണ് രാഷ്ട്രീയം? ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ അപ്പുറത്ത് പറയുന്നതാണ് രാഷ്ട്രീയം. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനെതിരെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നതിന് വിപരീതമായി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം, അല്ലേ? ആ രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ രാഷ്ട്രീയം പറയാൻ അറിയില്ല എന്ന് പറയുന്നത്. കളവ് പറയുക, കള്ളം ചെയ്യുക, മറ്റാരും അറിയാതെ കൈക്കൂലി വാങ്ങിക്കുക, അവനത് നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അതിൻ്റെ പാർട്ടിക്ക് വേണ്ടി പണം കൈക്കലാക്കുക. ഇതൊക്കെയല്ലേ മറ്റവന്റെ ആവശ്യങ്ങളിൽ ഇടിച്ചു കയറുക. ഇതൊക്കെയല്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലേ? അല്ലാതെ മറ്റെന്താണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ? എന്താണ്? അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.